സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി. കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരുടെ ദുരിതം മനസ്സിലാക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ക്രിസ്തുമസ് കാലം ജനങ്ങൾക്ക് വറുതിയുടെ കാലമായി മാറ്റുവാനാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തോമസ് രാജൻ പറഞ്ഞു. നാട്ടിൽ വിലക്കയറ്റമുണ്ടാകുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും കൂടിയ വിലയുടെ ആഘാതം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഒരു ഭാരമായി എത്തിപ്പെടാതെ അവർക്കും അവരുടെ ഉപജീവനമാർഗം നടത്തിക്കൊണ്ടു പോകുന്നതിന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു നേരമെങ്കിലും വീട്ടിൽ അടുപ്പ് പുകച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സംരംഭങ്ങളാണ് സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഉൾപ്പെടെയുള്ളവ. പക്ഷേ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 8.5 കൊല്ലം മുമ്പ് അധികാരമേറ്റെടുത്ത കാലം മുതൽ ഇങ്ങോട്ട് ഓരോ സമയത്തും എനിക്ക് തോന്നുന്നത് 8.5 കൊല്ലത്തിനിടയിൽ 8 തവണയോ 9 തവണയോ മാവേലി സ്റ്റോറുകളുടെയും സിവിൽ സപ്ലൈകോയുടെയും ഒക്കെ സാധനങ്ങളുടെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ കാണാൻ കഴിയാത്ത, അവരുടെ ദുരിതങ്ങൾ കാണാൻ കഴിയാത്ത, അവരുടെ ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയാത്ത, പട്ടിണി പാവങ്ങളോട് കരുണയില്ലാത്ത സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രം കുടപിടിക്കുന്ന, സാമ്പത്തികത്തിന്റെ പുറകെ മാത്രം നിൽക്കുന്ന, പണമുണ്ടാക്കാൻ വേണ്ടി ഏത് അവിഹിത മാർഗങ്ങളിലൂടെയും ഏത് നിലപാടും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നും ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തലവനായി സഖാവ് പിണറായി വിജയൻ ഒരു മടിയുമില്ലാത്ത സാമ്പത്തിക കൊള്ളക്കാരനായി മാറിയിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവിന് മുമ്പിലാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കേരളത്തിലെ കോൺഗ്രസ് ഈ നിലയിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത്തരമൊരു സമരവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മി ജോർജ്, നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, സിജു ചക്കുമൂട്ടിൽ, പി എം ഫ്രാൻസിസ്, സാജു കാരക്കുന്നേൽ, എ എം സന്തോഷ്, ബിനോയ് വെണ്ണിക്കുളം, കെ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു.